ഏഞ്ചില് തന്നെ. ഒന്ന് പോടി. പിന്നെ നിന്റെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കൊഴപ്പില്ലാതെ പോകുന്നടി. ഞങ്ങളങ്ങ് തകർക്കാലേ ബാങ്കില്. നീ പിന്നെ അങ്ങനെയാണല്ലോ. ആ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ആ പോയത് ആരടി? അത് നമ്മുടെ ജോണി ചേട്ടൻ. ഇവിടെ ഇടയ്ക്ക് പണിക്കൊക്കെ വന്ന് സഹായിക്കുന്നതാ. എന്താ ചോദിച്ചേ? ജോണിച്ചേട്ടന്റെ കാര്യത്തിൽ ഞങ്ങൾ പരമാവധി നോക്കി. പക്ഷെ ഡയറക്റ്റ് ബോർഡിന്റെ അന്തിമ തീരുമാനമാണ്. ഇനി ഞങ്ങൾക്ക് ജപ്തി മാത്രമേ ഓരോരോ പോകാൻ വഴി. ചേട്ടൻ സഹകരിച്ചു പോണം. അതേ, ഇപ്പം ഞാൻ വിചാരിച്ച നടക്കില്ല. ചെറുക്കന് കാനഡ പോകാൻ വേണ്ടിയിട്ടേ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാ വിട്ടേക്കണത്. നിന്നോട് എനിക്ക് പറയാൻ വിഷമമുണ്ട്. എന്നാൽ ഈ ലോണിൻ്റെ പൈസയും എല്ലാം എനിക്ക് അടയ്ക്കണോണ്ട് ഇപ്പം നടക്കൂല. ജോണി വേറെ ആരോടെങ്കിലും ചോദിക്കുക. ആ ജോണി, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയാലും നിനക്കറിയാലോ. അതിന് തന്നെ ഒരു 1.5 കോടി പൊടിച്ചേക്കാ. അതുകൊണ്ടാ തൽക്കാലം നീ മറ്റാരോടെങ്കിലും ചോദിക്ക്. എനിക്ക് സാധിക്കുന്ന സമയത്ത് നിന്നെ സഹായിക്കാം. ജോണി, അവൻ പോയി. എടോ മനുഷ്യ, അവൻ അത്രയും ബുദ്ധിമുട്ടായിട്ടല്ലേ വന്നത്? അവനെ ഒന്ന് സഹായിക്കായിരുന്നില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനല്ല, എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. വേണമെങ്കിൽ ആ ചായ നീ കുടിച്ചോ, അല്ലെങ്കിൽ ഞാൻ തന്നെ കുടിക്കേണ്ടി വരും. ഇത് ജോണി, നീ നിന്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി എനിക്ക് ലോൺ എടുത്ത് തരുമ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നടാ ലോൺ അടയ്ക്കാന്ന്. ഇന്നിപ്പോ കണ്ടില്ല, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. നീയാണെങ്കിൽ ലക്ഷങ്ങൾ കടോ. ഞാൻ എന്താ ചെയ്യണ്ട? കർത്താവേ, സാരില്ല ചേട്ടാ, ചേട്ടാ തോർത്ത് ടെൻഷൻ അടിക്കണ്ട. ജോണി, എല്ലാം ശരിയാവും. ഹലോ സിസ്റ്റർ, എന്താ വിളിച്ചേ? ബാങ്കുകാര് പോലീസുകാരായിട്ട് വീട്ടിലെത്തിയോ ജോണി ചേട്ടാ? ഏഞ്ചൽ എന്നോടെല്ലാം പറഞ്ഞു, നിങ്ങളുടെ ബാങ്ക് മാനേജർ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണ്ടേ? ജോണി ചേട്ടൻ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. സിസ്റ്റർ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത്.
വലിയൊരു എമൗണ്ടിന് ബാധ്യത എനിക്കുള്ളത്. എന്നെ കൊണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യാന്ന് കരുതിയിട്ടാ. സിസ്റ്ററെ കൊണ്ട് ഇത്രയൊരു എമൗണ്ട് എങ്ങനെ സാധിക്കാനാ? മത്തായി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖാണോ ആ വീട്ടിലെല്ലാവർക്കും? സുഖം തന്നെ. ഞാൻ എൻ്റെ മോള് സിസ്റ്റർ ദിവ്യയെ ഓ, കാണാൻ വന്നതാ. ദിവ്യേനെ ഞങ്ങൾക്കറിയാം. ദിവ്യാണെങ്കി ഇവിടെ ഓടി നടക്കാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ദിവ്യാനെ ഞാൻ വിളിക്കാട്ടാ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് വലിയ ഉവ്വ് ഉവ്വ്. സന്തോഷം. ദിവ്യാനെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ദിവ്യ ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കട്ടോ. ബ്രിജിത്താമ്മേ, കഴിഞ്ഞൂട്ടാ. സഭയ്ക്ക് വേണ്ടി അത്ര ഓടി നടന്ന കാലുകളല്ലേ? സഭയ്ക്ക് വേണ്ടി മാത്രമല്ല സിസ്റ്റേ, ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും. കിടക്കാം. ഉം. ഉം. പതിയെ സൂക്ഷിച്ച്. ഉം. ഉം. കുളിച്ചു കഴിഞ്ഞപ്പോ ബ്രിജിത്താമ്മ സുന്ദരിയായില്ല. ആ, ഇനി ഞാൻ കഞ്ഞി എടുത്തോണ്ട് വരാം. ഉം. കുടിക്കണോട്ടാ. ഉം. ആ മധുര. ദേ അപ്പച്ചൻ കാണാൻ വന്നിരിക്കുന്നു. ആ ബെറ്റി സിസ്റ്റർ എന്നോട് പറഞ്ഞു ബ്രിജിത്താമ്മയ്ക്കുള്ള കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തേക്ക്. കൊടുത്തോളാം. ഒന്ന് ചെല്ല ആ. അപ്പച്ചന്റെ അടുത്തേക്ക്. ആ അപ്പ ഇതെന്താ ഈ തൂർത്തപുത്രിയെ തേടി ഈ വഴിക്കൊക്കെ? ധൂർത്തപുത്രിയോ? എൻ്റെ മോള് കർത്താവിന്റെ മണവാട്ടിയല്ലേ? പിന്നെ എന്താപ്പാ പ്രത്യേകിച്ച് ഇങ്ങനെ വരാൻ തോന്നിയേ? എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണോ തോന്നി. ആണോ? സന്തോഷം. കുറെ നാളായി അപ്പനൊന്ന് ആലോചിക്കുന്നു. എൻ്റെ മോൾക്ക് മാത്രം അപ്പനൊന്നും തന്നില്ലല്ലോ ഒന്ന്. എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എല്ലാ കാര്യങ്ങളും നടത്തി. ഇനിയുള്ളത് എൻ്റെ മോക്ക. അപ്പൻ എനിക്ക് മൺവളനായിട്ട് ഈശോയെ തന്നില്ലേ? എന്നാലും എനിക്ക് സ്വത്ത് സമ്പാദ്യമൊക്കെ ആയിട്ട് ഇത് മതിയപ്പാ. അത് പോരാ. അപ്പന്റെ സമ്പാദ്യ ഇത് മോൾക്കുള്ളതാ. അപ്പാ ഇത് ജോണി ചേട്ടനാ. കടമെല്ലാം വീട്ടണം. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ.